എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്: ആധാർ പുതുക്കുന്നതിനുള്ള അവസാന തീയതി പറഞ്ഞിരുന്നത് 2026 ജൂൺ 15 ആയിരുന്നു. അത് ഒരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ്. അതായത് ഡാറ്റ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൗജന്യം ഉള്ളത്. സ്വന്തമായി വെബ്സൈറ്റിൽ കയറി യൂണിക് ഐഡന്റിഫിക്കേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പുതുക്കുന്നതിനാണ് ഇത് സാധ്യമാകുക. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങളിലൂടെയും ചെന്ന് പുതുക്കുന്നതിനും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നതിനും പ്രത്യേകം ഫീസ് നൽകേണ്ടതുണ്ട്. ഫോട്ടോ മാറ്റുന്നതിനും അതിനും പ്രത്യേകം ഫീസ് നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എന്തായാലും ഇത് പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ പുതുക്കുമ്പോൾ ഇങ്ങനെയുള്ള സേവാ കേന്ദ്രങ്ങളിൽ ചെന്ന് ഫോട്ടോ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയോമെട്രിക്കും പുതുക്കുന്നത് നിങ്ങളുടെ ആധാറിന്റെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഫേസ് ഒതന്റിഫിക്കേഷൻ വഴിയുടെ നിരവധി കാര്യങ്ങളുണ്ട്. ആധാർ ആപ്പൊക്കെ വന്ന ഒരു സ്ഥിതിക്ക് നമ്മുടെ ഫോട്ടോ പുതുതായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ആധാറിൽ മൊബൈൽ നമ്പർ ഇതുവരെ ചേർക്കാത്തവരും മൊബൈൽ നമ്പർ മാറിയിട്ടുള്ളവരും അപ്ഡേറ്റ് ചെയ്യുകയോ ചേർക്കാത്തവർ ചേർക്കുകയോ ചെയ്യണം. ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല. കുട്ടികളുടെ ആധാർ കാർഡും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, പുതിയ പ്രവേശന പരീക്ഷകൾ വരാനിരിക്കുകയാണ്, പുതിയ അഡ്മിഷൻ ആരംഭിക്കാനിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഈ ആവശ്യങ്ങൾക്കൊക്കെ ആധാർ വേണം. ആധാർ കുട്ടികളുടേത് നിലവിലുള്ളത് പോരാ. 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ളതാണെങ്കിൽ 5 വയസ്സിന് ശേഷം പുതുക്കണം. 15 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡും 15 വയസ്സിന് ശേഷവും പുതുക്കേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യം കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉള്ളത് മറ്റൊന്ന്, ആധാറിലെ രേഖകൾ, പേര്, ജനനതീയതി, വിലാസം ഇവയ്ക്ക് തിരുത്തുന്നതിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ പുതിയ മാനദണ്ഡം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. നമ്മൾ തിരുത്തി വീണ്ടും തിരുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. പേര് എത്ര പ്രാവശ്യം തിരുത്താം, ജനനതീയതി എത്ര പ്രാവശ്യം തിരുത്താം, എന്തൊക്കെ രേഖ വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഇനി പറയുന്നത്. നിർണായകമായ മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കുട്ടികൾ, മുതിർന്നവർ, ട്രാൻസ്ജെൻഡറുകൾ, പ്രവാസികൾ, വിദേശികൾ എന്നിവർക്ക് ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനും ഇനി മുതൽ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുള്ള രേഖകൾ നൽകണം. ആധാർ സംവിധാനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വ്യാജരേഖകൾ തടയുന്നതിനുമാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 2016 ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയത്. അപ്പോൾ ഓരോ ചട്ടങ്ങളും നോക്കുകയാണ് എങ്കിൽ കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥന്റേത് വേണം എന്നുള്ളതാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥാധിഷ്ഠിത സംവിധാനം നിർബന്ധമാക്കി. മാതാപിതാക്കളുടെയോ നിയമപരമായി രക്ഷിതാക്കളുടെയോ സാധുവായിട്ടുള്ള ആധാർ ഇതിന് ആവശ്യമാണ്. കുട്ടികളുടെ ആധാറിലെ വിലാസം കുടുംബനാഥന്റെ ആധാറിലെ വിലാസത്തിന് തുല്യമായിരിക്കും. കുട്ടികളുടെ എൻറോൾമെന്റ് സമയത്ത് രക്ഷിതാക്കളിൽ ഒരാൾ ബയോമെട്രിക് സ്ഥിരീകരണം നൽകുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ആണ് ജനനതീയതി തെളിയിക്കുന്നതിന് നൽകേണ്ട പ്രധാനപ്പെട്ട രേഖ. മുതിർന്നവർക്കുള്ളത്, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ്, പെൻഷൻ കാർഡ്, ബാങ്ക് രേഖകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ് ബില്ലുകൾ, ഇൻഷുറൻസ് രേഖകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നും ഉൾപ്പെടും. നൽകുന്ന രേഖകളെല്ലാം അതാത് അതോറിറ്റികൾക്ക് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സംവിധാനം ഒരുക്കുക. അടുത്തത്, ട്രാൻസ്ജെൻഡറുകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ഇളവുകളാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഐഡന്റിറ്റി കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ തിരിച്ചറിയൽ രേഖയായും വിലാസം തെളിയിക്കാനും ഉപയോഗിക്കാം. പേരും ലിംഗമാറ്റവും ആധാറിൽ പുതുക്കാനും ഈ രേഖകൾ മതിയാകും. ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർ, ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾ എന്നിവർക്കായി ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായി കുട്ടിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. വിലാസം തെളിയിക്കാൻ രേഖകളില്ലാത്തവർക്കായി MP-മാർ, MLA-മാർ, തഹസിൽദാർമാർ, ഗസറ്റഡ് ഓഫീസർമാർ, പഞ്ചായത്ത് അധ്യക്ഷന്മാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത സാഹചര്യങ്ങളിൽ അംഗീകരിക്കും. നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും OCI കാർഡുള്ളവർക്കും നൽകുന്ന ആധാറിന് 10 വർഷത്തെ കാലാവധി ഉണ്ടാകും. മറ്റ് വിദേശ പൗരന്മാരുടെ ആധാർ കാലാവധി അവരുടെ വിസയുടെയോ FRRO രജിസ്ട്രേഷന്റെയോ കാലാവധിക്ക് തുല്യമായിരിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാനാണ്
പുതിയ കർശനമായിട്ടുള്ള വെരിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് അതിന് സഹായിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള ആധാറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങളിൽ ഏറ്റവും കർശനമായ നിയന്ത്രണം ഉള്ളത് ജനനത്തീയതിക്കും ലിംഗത്തിനുമാണ്. ജനനത്തീയതി ഇനി മുതൽ തന്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ആധാറിൽ മാറ്റാൻ അനുവാദമുള്ളൂ. ഈ വിവരങ്ങൾ ഒരിക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്തുക എന്നത് അതീവ സങ്കീർണ പ്രക്രിയയാണ്. മാത്രമല്ല, ആധാറിലെ പേര് മാറ്റുന്നതിനും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിശ്ചിത പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് തന്റെ പേര് ജീവിതത്തിൽ 2 തവണ മാത്രമേ പുതുക്കാൻ കഴിയുകയുള്ളൂ. വിവാഹശേഷമോ മറ്റോ പേരിൽ മാറ്റം വരുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വീട്ടുപേരിലെയോ സർനെയിമിലെയോ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇത് തടസ്സമല്ല. നിങ്ങൾ താമസം മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും വിലാസം മാറ്റാവുന്നതാണ്. മൊബൈൽ നമ്പറും ഇമെയിലും നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ വിലാസമോ മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും മാറ്റം വരുത്തുന്നതിന് ഒരു പരിധി ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആധാറിലെ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും. ആധാറിലെ ഫോട്ടോയും വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാറിൽ 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായിട്ടും പുതുക്കേണ്ടതുണ്ട്. ഇത് സൗജന്യമായി ചെയ്യാവുന്നതുമാണ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പരിധി കഴിഞ്ഞ് തിരുത്തണം എങ്കിൽ, അതായത് നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് ഒരാൾക്ക് പേരോ ജനനത്തീയതിയോ അനിവാര്യമായ കാരണങ്ങളാൽ മാറ്റണം എങ്കിൽ അതിനായി പ്രത്യേക അനുമതി ആവശ്യമാണ്. അപേക്ഷകൻ മതിയായ രേഖകളുമായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിനെ നേരിട്ട് സമീപിക്കേണ്ടി വരും. ഇമെയിൽ വഴിയോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. ഇത്തരം അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം ബോധ്യപ്പെട്ടാൽ മാത്രം തിരുത്തുന്നതിന് അനുമതി ലഭിക്കുന്നതുമാണ്. അപ്പൊ ആധാർ ഉള്ളവർ മുഴുവനായിട്ടും ഈ കാര്യം അറിയേണ്ടതുണ്ട്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആധാർ വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പല ആനുകൂല്യങ്ങളും, കുട്ടികളുടെ പരീക്ഷ, സ്കോളർഷിപ്പ്, കർഷകർക്കുള്ള കൃഷി ആനുകൂല്യങ്ങൾ, വിള ഇൻഷുറൻസുകൾ, സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സംസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, ഇവയെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.